ചെന്ന് അവരുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് കരം വെച്ച് അവരെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ചു വന്ന അങ്ങനെയുള്ള ഒരു സന്ദർഭം നമ്മൾ വായിക്കുന്നു. കർത്താവ് ചിലരെ ശിശുക്കളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ ശാസിച്ചു എന്നാണ്. കാരണം കർത്താവായ യേശുവിന്റെ ശുശ്രൂഷ ബാഹുല്യം നിമിത്തമായിരിക്കാം ശിഷ്യന്മാർ അങ്ങനെ ചെയ്തു. എന്നാൽ കർത്താവ് അത് കണ്ടപ്പോൾ മുഷിഞ്ഞ് അവരോട് പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടെ ദൈവരാജ്യത്തെ ശിശു എന്നപോലെ കൈ. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം അനുഗ്രഹിച്ചാൽ നാം അനുഗ്രഹിക്കപ്പെടും. നാം വായിക്കുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികളായ നമുക്ക് വരേണ്ടതിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജീവനെ തന്ന് നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ കുറിച്ച് തിരുവഴുത്തിൽ നാം വായിക്കും. ദൈവം അനുഗ്രഹങ്ങളുടെ ദൈവമാണ്. അനുഗ്രഹം ദൈവത്തിന്റെ പക്കയിൽ നിന്നാണ് വരേണ്ടത്. ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ച് ഇവരെ കാക്കേണ്ടതിന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞിനെ ദൈവകൃപയിൽ വളർത്തുവാൻ വേണ്ടുവോളം കൃപ ഈ മാതാപിതാക്കൾക്ക് ദൈവം നൽകുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മോനാൻ വളർന്നു വരുവാൻ ഈ പൈതലിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ ഒരു വേലി നമ്മുടെ കുഞ്ഞു തലമുറകൾക്ക് ചുറ്റും നമ്മൾ കെട്ടണം. We have to make a hedge around our children through prayer. പ്രാർത്ഥനയിൽ ഒരു വേലി കെട്ടണം. ആ വേലി പൊളിക്കുവാൻ പിശാചിന് പറ്റില്ല. സ്തോത്രം. ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിൽ നമ്മുടെ മക്കൾ കാക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഏറെ നാം പ്രാർത്ഥിക്കേണ്ടതായിരിക്കും. നമ്മുടെ തലമുറകളെയും ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുവാൻ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ഭക്തി ജീവിതവും അതിന് സഹായമായി തീരണം. ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ പൈതലിന് വേണ്ടി ഇപ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും മനസ്സോടെ നമുക്ക് ഈ കുടുംബത്തെ ഈ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ ദൈവം, അങ്ങ് ഞങ്ങളുടെ പിതാവ്, അങ്ങ് ഞങ്ങളുടെ നന്മയുടെ ഉറവിടം, അങ്ങ് ഞങ്ങളുടെ ജീവന്റെ ആധാരം. അവിടുന്ന് ഒഴികെ ഞങ്ങൾക്ക് ഒരു നന്മയില്ല കർത്താവേ. ഞങ്ങൾ പ്രാപിച്ച എല്ലാ അനുഗ്രഹങ്ങളും കൃപയാലെ അവിടുന്ന് ഞങ്ങൾക്ക് തന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. മക്കൾ അവിടുന്ന് നൽകുന്ന ദാനം, ഉദരഫലം, അവിടുന്ന് തരുന്ന പ്രതിഫലം. കർത്താവേ, ഞങ്ങളുടെ പ്രിയ സഹോദരൻ കർത്താവിന്റെ ദാസൻ ജിബി ഡാനിയേലിനും സഹോദരി വിജിക്കും അവരുടെ കുടുംബജീവിതത്തിന്റെ നാളുകളെ ദൈവം വാഴ്ത്തി അനുഗ്രഹിച്ച് അവരെ നടത്തിയ വിധങ്ങൾക്ക് നന്ദി. അവരെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ നിമിത്തം നന്ദി. ഇത്രത്തോളം അവരെ കൊണ്ടുവന്നതിന് നന്ദി. അവരെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ദൈവരാജ്യത്തിന്റെ വേലയിൽ പങ്കും ഓഹരിയും അവർക്ക് കൽപ്പിച്ചതിന് നന്ദി. നിന്റെ മകനെ കൊണ്ട് അങ്ങ് ചെയ്യിക്കുന്ന എല്ലാ നല്ല പ്രവർത്തികൾക്ക് നന്ദി പിതാവേ. നിന്റെ ദാസന്റെ മേലും ദാസിയുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അസാധാരണ കൃപയും അവിടുത്തെ നിറവും അവിടുന്ന് കൽപ്പിച്ച് പോയ നാളുകളെക്കാളുപരി ദൈവരാജ്യത്തിന് വേണ്ടി ഓടുവാൻ അധ്വാനിപ്പാൻ അവരെ സഹായിക്കണമേ. ആരോഗ്യ സമൃദ്ധിയും ദൈവകൃപയും അവരിൽ പെരുക്കി കൊടുക്കണമേ. അവർക്ക് കർത്താവ് കനിഞ്ഞ് നൽകിയ മക്കളെ 3 പേരെയും നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. പെൺകുഞ്ഞുങ്ങൾ 2 പേരെ കർത്താവേ ഒരു പ്രാവശ്യം കൂടെ
തിരുസന്നിധിയിൽ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവിന്റെ പൊന്ന് കരം ആ മക്കളുടെ മേൽ വെച്ച് അവരെ അനുഗ്രഹിച്ച് അങ്ങേയ്ക്കായി അവരെ വളരുമാറാക്കണമേ. ദൈവകൃപയിൽ അവരെ വളർത്തിക്കൊള്ളണമേ. നല്ല വിദ്യാഭ്യാസവും ദൈവാനുഗ്രഹവും കുഞ്ഞുങ്ങളുടെ മേൽ വരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന്റെയും ദാസിയുടെയും പ്രാർത്ഥനയുടെ ഫലമായി കർത്താവേ, ഒരു ആൺമകനെ കൂടെ ഈ കുടുംബത്തിന് നൽകിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ പൈതലിനെ പൊന്നു കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനും ദാസിയും ഈ പൈതലുമായി തിരുമുൻപാകെ അടുത്തു വരുവാൻ ഇടവരുത്തിയ കർത്താവേ, നിന്റെ മകളിൽ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ച ആദ്യ ദിവസം മുതൽ ഈ കുഞ്ഞിന് ജന്മം നൽകിയ ദിനം വരെ നിന്റെ മകളെ ശരീരത്തിൽ നീ കാത്തല്ലോ, ഉദരത്തിൽ കുഞ്ഞിനെ സൂക്ഷിച്ചല്ലോ. നൽകിയതിന് നന്ദി. ആരോഗ്യമുള്ള പൈതലിനെ നൽകിയതിന് നന്ദി. കുടുംബമായി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുവാൻ സഭയോട് ചേർന്ന് അങ്ങയുടെ നാമത്തിന് പുകഴ്ചകൾ അർപ്പിക്കാൻ ഈ ദിവസം കർത്താവ് ഈ കുടുംബത്തിനും അടിയങ്ങൾക്ക് നൽകിയത് നിമിത്തം ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് കനിഞ്ഞ് നൽകിയ ഈ മകനെ അങ്ങയുടെ മാറോട് അങ്ങ് ചേർത്ത് പിടിച്ച് അവിടുത്തെ കരം വെച്ച് ഈ പൈതലെ അനുഗ്രഹിക്കണമേ. നല്ല ആരോഗ്യം, നല്ല വളർച്ച, നല്ല സൗന്ദര്യം, ദൈവകൃപ, ദൈവവിഷയമായ സമ്പന്നത ഈ പൈതലിന്റെ മേൽ എന്നും വാഴട്ടെ കർത്താവേ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ദൈവാത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു എന്ന വചനം പോലെ ഈ പൈതൽ കർത്താവിനായി മുതിർന്നു വരട്ടെ. പൈതലിനെ തട്ടരുത്. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മറവിൽ ഈ മകനെ മറിച്ച് കർത്താവിന് പ്രിയനായി ഇവൻ വളർന്നു വന്ന ദൈവരാജ്യത്തിന് ഈ മകൻ അനുഗ്രഹമായി ഭവിക്കേണ്ടതിന് സഭയായി ഞങ്ങൾ ഈ പൈതലിനെ പൊന്നു കരങ്ങളിൽ തരുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഈ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹ നന്മകൾ അവിടുത്തെ പക്കൽ നിന്നാണല്ലോ വരുന്നത്. അവിടുന്ന് ഈ കന്യനെ അനുഗ്രഹിക്കുക. അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ട വചനപ്രകാരം ഞങ്ങൾ കുഞ്ഞിനെ അനുഗ്രഹിച്ച് തിരുമുൻപിൽ കഴിച്ച പ്രാർത്ഥന അവിടുന്ന് കരുണയോടെ കേട്ടിരിക്കുക. സ്തോത്രം, 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 സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയ കർത്തൃദാസൻ ജിബി ഡാനിയലിന്റെയും സഹോദരി നിച്ചിയുടെയും താല്പര്യപ്രകാരം ഈ മകന് എന്ന് ഈ മകന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പേർ വിളിക്കുന്നു. ഈ കുഞ്ഞിനെ ദൈവശക്തിയാൽ ദൈവം കാക്കട്ടെ. നമ്മുടെ കരങ്ങൾ അടിച്ച്